ആ ഭഗവത്പാദർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്, ഇക്കണ്ട ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായത്, അവിടത്തെയൊക്കെ അനുഷ്ഠാന രീതികളൊക്കെ ചിട്ടപ്പെട്ടത്. അതൊക്കെ ഭഗവത്പാദരുടെ ഇടപാട് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി, നന്ദിയോടുകൂടി അദ്ദേഹത്തെ സ്മരിക്കുക. സാധിക്കുന്നത്ര അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള മൂല്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. ഇന്നും പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് ഈ ദേവതകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള കലഹങ്ങൾ. വിഷ്ണുവിനെ അധികമായിട്ട് ആരാധിക്കുന്നവർ ശിവനെ താഴ്ത്തി സംസാരിക്കുന്നു, ഭഗവതിയെ അതിയായിട്ട് സ്നേഹിക്കുന്നവർ വിഷ്ണുവിനെ താഴ്ത്തി സംസാരിക്കുന്നു. ഇന്നും ഈ ദേവതകളുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള കലഹം പലയിടത്തും കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ഭേദചിന്ത നമ്മൾ ഉയർത്തുന്നത്? ഇതെല്ലാം ആത്യന്തികമായിട്ട് ആ ബ്രഹ്മം തന്നെയാണ് എന്ന് കേരളത്തെ മാത്രമല്ല, ഈ ഭാരതത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച ആ ശങ്കര ഭഗവത്പാദരുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ ദേവതകളുടെ പേരിനെ ചൊല്ലിയുള്ള കലഹം ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.